Hi, I am Vineeth, water consultant from Palakkad. ഇന്ന് നമ്മളൊരു പുതിയൊരു സീരീസ് ആരംഭിക്കുകയാണ്. ഹാർഡ് വാട്ടർ പ്രോബ്ലംസ്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഓഫീസിലേക്ക് ഒരു വ്യക്തി കയറി വന്നു. അദ്ദേഹം വളരെ സങ്കടത്തോടു കൂടി ഞങ്ങളോടൊരു കാര്യം പറഞ്ഞു. വീട്ടിൽ പല ഫങ്ഷൻസും വരുമ്പോൾ ഫ്രണ്ട്സിനെയോ റിലേറ്റീവ്സിനെയോ ഒന്നും വീട്ടിലേക്ക് ക്ഷണിക്കാറില്ല. ഞാൻ ചോദിച്ചു എന്താ കാരണം. ആളുകൾ വന്നു കഴിഞ്ഞാൽ അവരുടെ വീട്ടിലുള്ള ബാത്റൂം, ടാപ്പുകൾ, മറ്റ് ഉപകരണങ്ങൾ, വെള്ളവുമായി ടച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റ് എല്ലാ ഉപകരണങ്ങളും വളരെ വൃത്തിഹീനമായിട്ടാണ് ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ എന്താ ക്ലീൻ ചെയ്യാറില്ല. ക്ലീൻ ചെയ്യുന്നുണ്ട്, പക്ഷെ എത്ര ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും അത് വൃത്തികേടായിട്ട് തന്നെ കിട്ടും. അതേപോലെ തന്നെ കാറ് നിത്യവും കഴുകുന്നുണ്ട്, വൃത്തിയാക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ ഡോട്ട്സ് എല്ലാം വരിക. എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും അതൊരു വൃത്തിയോടുകൂടി വെക്കാൻ പറ്റാത്ത ഒരു സങ്കടം. ഞാൻ ചോദിച്ചു, മറ്റെന്തെങ്കിലും പ്രോബ്ലംസ് ഇതിനോട് അനുബന്ധിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ വൈഫ് നല്ല മുടിയുള്ള ഒരു ഭംഗിയുള്ള സ്ത്രീയാണ്. ഒരു 2 പേരും കൂടിയാണ് വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ മുടിയെല്ലാം വളരെ കുറഞ്ഞ് ഷോർട്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഒരുപാട് എണ്ണകൾ യൂസ് ചെയ്ത് നോക്കി, കുറേ മരുന്നുകളെല്ലാം യൂസ് ചെയ്ത് നോക്കി, ഒരു രക്ഷയില്ല. മുടി കൊഴിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ എന്താണ് പരിഹാരം എന്ന് ചില ഫ്രണ്ട്സിനോട് ചോദിച്ചപ്പോൾ അവരാണ് പറഞ്ഞത് ചിലപ്പോൾ വെള്ളത്തിൻ്റെ പ്രശ്നമായിരിക്കാം. അങ്ങനെയാണ് അവർ നമ്മളോടത്ത് സജഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്നറിയാൻ വേണ്ടി നമ്മളോട് ഓഫീസിലേക്ക് വരും. ഇതേ പ്രോബ്ലം നിങ്ങളിൽ ആരെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടാവാം. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചത്. മുടി ധാരാളമായിട്ട് അകാരണമായിട്ട് കൊഴിയുന്നൊരവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ബാത്റൂം ഫിക്ചേഴ്സ്, സിങ്കുകൾ എല്ലാം എത്ര വൃത്തിയാക്കിയിട്ടും വൃത്തിയാവാത്ത ഒരവസ്ഥയിലേക്ക് വരുന്നുണ്ടെങ്കിൽ, കാറ് കഴുകിക്കഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ ഗ്ലാസ്സിലെല്ലാം വൈറ്റ് സ്പോട്ടുകൾ കാണുന്നുണ്ടെങ്കിൽ, ഇതെല്ലാം നിങ്ങൾ ഉപയോഗിക്കുന്ന സോപ്പിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഷാമ്പൂവിൻ്റെയോ എണ്ണയുടെയോ ഒന്നും പ്രശ്നമായിരിക്കില്ല. ഇത് നിങ്ങളുടെ വെള്ളത്തിൻ്റെ പ്രശ്നമാവാനാണ് സാധ്യത കൂടുതൽ. നമ്മൾ തുടങ്ങുകയാണ്. എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് വരുന്നത്, അതിന് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? നമ്മൾ ഈ പ്രോബ്ലത്തിലേക്ക് ഡീപ്പായിട്ട് ഇറങ്ങുന്നതിന് മുൻപായിട്ട് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നത് അത് ഈ വീഡിയോയിൽ പറയാം. നിങ്ങളുടെ വെള്ളം കുറച്ചെടുക്കുക, നിങ്ങളുടെ ചായപാത്രത്തിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കുക. ശ്രദ്ധിച്ച് നോക്കുക, അതിൻ്റെ മുകളിലോ താഴെയോ ആയിട്ട് വെളുത്ത ഒരു തരം പൊടി വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. നിങ്ങളൊരു കടയിൽ ചെന്നിട്ട് ഒരു മിനറൽ വാട്ടർ ബോട്ടിലോട് വാങ്ങിക്കുക, മറ്റൊരു എംപ്റ്റി മിനറൽ വാട്ടർ ബോട്ടിൽ എടുക്കുക. രണ്ടിലും തുല്യ അളവ് വെള്ളം നിറയ്ക്കുക. ഒന്നിൽ നിങ്ങളുടെ വീട്ടിലെ വെള്ളം, മറ്റൊന്നിൽ വാങ്ങിച്ച മിനറൽ വാട്ടർ ഈക്വൽ എമൗണ്ട്. രണ്ടിലും 2 ഗ്ലാസ് ആണെങ്കിൽ 2 ഗ്ലാസ്, ഓരോ ഗ്ലാസ് ആണെങ്കിൽ ഓരോ ഗ്ലാസ്. എന്നിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ഷാമ്പൂ ഉണ്ടാവുമല്ലോ, ആ ഷാമ്പൂ 2-3 തുള്ളി ഈക്വലായിട്ട്, ഇതിൽ 3 തുള്ളിയാണെങ്കിൽ ഇതിൽ 3 തുള്ളി ഒറ്റിച്ചിട്ട് അടച്ചതിന് ശേഷം 2 നല്ലപോലെ ഷെയ്ക്ക് ചെയ്യുക. മിനറൽ വാട്ടറിലുള്ള എന്താണെങ്കിലും ഷാമ്പൂ ഉള്ളത് കൊണ്ട് അത് പതഞ്ഞ് പൊങ്ങി വരും. നിങ്ങളുടെ വെള്ളവും അതേ എമൗണ്ടിൽ തന്നെ നല്ലപോലെ വന്നിട്ട് നിറയുന്നുണ്ട്, രണ്ടും ഒരേപോലെ പതയുന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് കുഴപ്പമില്ലാത്ത വെള്ളമായിരിക്കും. അതല്ല, നിങ്ങളുടെ വീട്ടിലുള്ള വെള്ളം ഒരു കഞ്ഞിവെള്ളം പോലെ, അതൊരു പതയൊന്നുമില്ലാതെ ഒരു വെള്ള കളർ വെള്ളം മാത്രമായിട്ട് മാറുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ 2 കാര്യവും നിങ്ങളുടെ വെള്ളത്തിന് പ്രോബ്ലം ഉണ്ടോ, അത് ഹാർഡ് വാട്ടർ ആണോ എന്നറിയാനുള്ള ചെറിയ
2 പരീക്ഷണങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് തന്നെ ചെയ്തു നോക്കാവുന്ന 2 പരീക്ഷണങ്ങൾ. ഇത് 2 ചെയ്ത് വയ്ക്കുക. നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ. ഇതിനുള്ള സൊല്യൂഷൻസ് എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിൽ നമുക്കിതിന് പരിഹാരം കണ്ടെത്താം എന്നുള്ളതിനായിട്ട് സ്റ്റേ ട്യൂൺഡ്.